അനിമോള് രാത്രിയിൽ എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. അനിമോടെ കൂടെ സാബുമാനും ഉണ്ട്. രണ്ടുപേരോടെ സംസാരിച്ചുകൊണ്ട് ഓരോന്നോരോന്ന് സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. രാവിലത്തേക്കുള്ള ഫുഡിനുണ്ടാക്കാൻ, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ഉള്ളത്. അപ്പം സാബുമാൻ പറയുന്നത്, എന്നാലും നീ ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെ കേട്ടോ. അപ്പോൾ അനിമോള് പറയുന്നത്, ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടുകാരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം അവരൊക്കെ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകുന്നു. സത്യമാടാ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. നീ കുക്ക് ചെയ്യുന്ന കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പോലെ തോന്നുമെന്ന് പറയുന്നു സാബുമാൻ. എന്നാലും എങ്ങനെ നീ ഇതൊക്കെ ചെയ്യുന്ന? എനിക്കിഷ്ടമാടാ കുക്ക് ചെയ്യാനാ. എന്നാലും ഒരു പ്രാക്ടീസ് ഇല്ലാതെ നീ എങ്ങനെ ഇത് ചെയ്യുന്നതെന്നാണ്. ഇതൊന്നും അങ്ങനെ പാടുള്ള കാര്യമൊന്നും അല്ലടാ. എടാ, എല്ലാത്തിനും ഇഞ്ചിയും വെളുത്തുള്ളിയും സംഭവം ഇടണം. ഈ പറയുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കണക്കിനിട്ട് അളവിനിട്ട് കൊടുത്താൽ മതി. നീ പറഞ്ഞ ഇവിടെ വന്ന് ജിമ്മിൽ പോകുന്ന ഡാൻസ് കളിക്കുന്നതൊക്കെ പഠിച്ചെന്ന് പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റും? ഇത് ആർക്ക് വേണമെങ്കിലും പറ്റുമോടാ. ഇവിടെ വന്ന് പഠിക്കാം. ഞാൻ വീട്ടിൽ ആകെപ്പാട് ചെയ്യുന്നത് ചേച്ചിയുടെ മോന് സ്കൂളിൽ വിട്ട് വരുമ്പോൾ മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് സമൂസ, കട്ട്ലറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാക്കും. കൊറോണ ടൈമിൽ ഈ ബക്കറ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാബുവിന് ബക്കറ്റ് ചിക്കൻ എന്താണെന്ന് അത്ര മനസ്സിലാവുന്നില്ല. അനുമോൾ അത് വിശദീകരിച്ച് പറയുന്നു. അൽഫാമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് ഗ്രില്ലൊക്കെ വേണ്ടതെന്ന് സാബുമോൻ. അതൊക്കെ ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ പയറുതോരൻ വെച്ചില്ലേ, നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. അമ്മ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുന്നതാണിത്. പക്ഷേ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം പച്ചമുളക്, കറിവേപ്പില അതിൻ്റെയൊക്കെ കുറവുണ്ടല്ലോ. നമുക്ക് നാളെ തേങ്ങ തിരുമണം. പയറുതോരൻ ഉണ്ടാക്കണമെങ്കിൽ തിരുമണം. ഉണ്ടാക്കാം, ചെയ്യാം, നമുക്ക് നാളെ തിരുമാന്ന് സമൂഹം പറയുന്നു. വീട്ടിൽ ചേച്ചി രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യും. ചേട്ടന് ചോറ് കൊണ്ടുകൊണ്ടതുകൊണ്ടെന്നൊക്കെ പറയുന്ന അനുമോള്. പിന്നെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ വയ്ക്കുന്നതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിക്കുന്നു. സാബുമാൻ, അമ്മ ഉണ്ടാക്കുന്ന എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസ് ബിരിയാണിയൊക്കെ അമ്മ നന്നായിട്ടുണ്ടാക്കും. പിന്നെ മോരുകുളമ്പ്, ചൂട പറ്റിച്ചത്, അങ്ങനെയൊക്കെ സാബുമാൻ പറയണം. ഓരോ കോമ്പിനേഷനായിട്ടൊക്കെ പറയുകയാണ്. എല്ലാവരും വീട്ടിൽ ഉറങ്ങി. ഇവർ രണ്ടുപേരും മാത്രമാണ് നിന്ന് നാളത്തേക്കുള്ളതെല്ലാം ചെയ്ത് വയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അനിമോൾ കരയുന്നതാണ് കാണുന്നത്. ഉറക്കം ഒഴിഞ്ഞ് നിന്നിട്ടാണ് എല്ലാവർക്കും നാളത്തേക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞ് വെക്കുന്നത്. പക്ഷേ അനിമോൾ രാവിലെ കരയുകയാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് അനിമോൾക്ക് ഇത്രയും കിട്ടുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഒരാഗ്രഹം കാണത്തില്ല, അത് എല്ലാവർക്കും ഒരേപോലെ വിളമ്പി കൊടുക്കണമെന്നും. അപ്പം ഈ വിളമ്പാൻ മാത്രം എന്തിനാണ് അടിപിടി കൂടുന്നത്? അന്നേരം വരെ ആരും വരണ്ട, അപ്പോഴത്തേക്ക് വിളമ്പുമ്പോൾ എല്ലാവരും വരും. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ക്യാപ്റ്റന്മാർ അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാൽ ആർക്കും വേണ്ട. ആരും എടുക്കാനും ഇല്ല, വാങ്ങാനും ഇല്ല. ചോറ് വേണ്ട. അപ്പം അനിമോൾ ഉണ്ടാക്കുമ്പോൾ അവിടെ അടിയാണ്. ഒരുപാട് രാത്രി ആയതുകൊണ്ട് ആരുടെയും മുഖമൊന്നും വ്യക്തമല്ല. പക്ഷേ ആ പ്രമോ കണ്ടപ്പോൾ തോന്നി ഇതൊന്നും ഇട്ടേക്കാമെന്ന്.